നല്ലൊരു അഭിപ്രായമായിരിക്കും അല്ലേ? ഏതായാലും ഇപ്പൊ ഞാൻ പോയതിനു ശേഷം അങ്ങനെ ഇല്ലാഞ്ഞിട്ട് എന്ത് ചെയ്തു, അയ്യോടി മുങ്ങിന്നൊന്നും പറയണ്ട. ഇനിയിപ്പോ എന്ത് ചെയ്യാ, നമുക്കതങ്ങോട്ട് പറഞ്ഞേക്കാം. മൂപ്പർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും വഹാബി പാതിരിമാരുടെ കോലം നമുക്ക് ചിന്തിച്ചൂടെ? ഇബ്നു ഉസൈമീനോടുള്ള ചോദ്യമാണ്. ചോദ്യം നമ്പർ 176. 176 നമ്പർ ചോദ്യം. ഹുനാക അഹദുൽ അസാതീദ ബിൽ ജാമിഅ യഖൂലു ഇന്ന ഖൗലന അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖി ലാ യസിഹു فإن هذا من عبارات التصوف واستدل بقوله تعالى ويخلق ما لا تعلمون سورة النحل 8. يقول إننا لا نشتي خلق الله حتى ندعو نبينا محمدا صلى الله عليه وسلم هو من أشرفها. ചോദ്യാണ്. ഞങ്ങളടുത്തുള്ള കോളേജിലെ ഒരു ഉസ്താദ് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരില് അഷ്റഫുൽ ഖൽഖ് എന്ന് പറയാൻ പറ്റൂല, അതൊക്കെ സൂഫികൾ ഉണ്ടാക്കി വെച്ച ഇബാറത്തുകളാണ് എന്നാണ് അവര് ഒരു ഉസ്താദ് പറയണത്. അതിന് കാരണം എന്താണ്? അള്ളാന്റെ സൃഷ്ടികൾ എത്രയുണ്ട്, അള്ളാന്റെ പടപ്പെട്ടത് എത്രയുണ്ട് എന്ന് ആർക്കും അറിയൂലാലോ. അങ്ങനെ എണ്ണി ക്ലിപ്തപ്പെടുത്തിയാലല്ലേ ഓലക്കാളൊക്കെ ഉത്തമം മുഹമ്മദ് റസൂലുള്ളാഹിന്ന് പറയാൻ പറ്റുള്ളൂ. അതിനേക്കാളും ബഹുമാനപ്പെട്ട വേറെ ആരെങ്കിലും ഇല്ലാന്ന് എങ്ങനെ മനസ്സിലാക്കും? സൃഷ്ടികളുടെ മുഴുവൻ കണക്കും സെൻസസും ഒന്നും നമ്മൾ എടുത്തിട്ടില്ലാലോന്ന് ആ ഒരു ഉസ്താദ് പറഞ്ഞു. നിങ്ങൾക്ക് എന്താ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? സാലിഹുൽ ഉസൈമീനോട് ചോദ്യം കേൾക്കണം നിങ്ങൾ. സാലിഹുൽ ഉസൈമീനോട് ചോദ്യം. ഫഅജാബ. സാലിഹുൽ ഉസൈമീന്റെ മറുപടി കേട്ടോളൂ. അൽ മശ്ഹൂറു, പ്രസിദ്ധമായതാണ്, ഇൻദ കസീരിൻ മിനൽ ഉലമാഇ, പ്രഗൽഭന്മാരായ ഉലമാഇന്റെ ബഹുഭൂരിപക്ഷത്തിന്റെ അടുക്കലും, മൂപ്പരെന്നെ പറയാണ്, ബഹുഭൂരിപക്ഷത്തിന്റെ അടുക്കലും പ്രസിദ്ധമാണ് ഇത്ലാഖു ഹാദിഹിൽ ഇബാറാത്ത്, ഈ അഷ്റഫുൽ ഖൽഖ് എന്നുള്ളത് പോലുള്ള ഇബാറത്തുകള്, അങ്ങനെയുള്ള വാക്കുകള് പ്രസിദ്ധമാണ്. അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അഫ്ളലുൽ ഖൽഖ് എന്ന ഉദ്ധരണി ഒരുപാട് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കമാ ഖാല നാലിമു, ഒരു കവി പാടുകയും ചെയ്തു, വഅഫ്ളലുൽ ഖൽഖി അലൽ ഇത്ലാഖി നബിയുനാ ഫാമിൽ അനിശ്ശിഖാഖി എന്നൊരു കവി പാടിയിട്ടും ഉണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലും വല അഅലമു ഇലാ സഅതി ഹാദിഹി, ഇനിയാണ് കേൾക്കേണ്ടത്. എനിക്കറിയില്ല, ഇക്കാലായിട്ട് ഞാൻ കണ്ടിട്ടില്ല, അന്നഹു ജാഅ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലുൽ ഖൽഖി മുത്ലഖൻ ഫീ കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുവിനേക്കാളും അഫ്ളലായ സൃഷ്ടി മുഹമ്മദ് റസൂലുള്ളാഹിയാണെന്ന് ഞാനൊരുത്തരും കണ്ടിട്ടില്ല. കണ്ടെങ്കില് എല്ലാ സൃഷ്ടികളെക്കാളും അഫ്ളലായ വ്യക്തി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്നത് ഞാൻ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ലാക്കിന്നൽ ലഹബത വൽ അസ്ലമ, സൂക്ഷ്മത എന്താന്ന് ചോദിച്ചാൽ മുഹമ്മദ് സയ്യിദ് വുൽദി ആദം എന്ന് പറയലാണ്, അഷ്റഫുൽ ഖൽഖ് എന്നും അഫ്ളലുൽ ഖൽഖ് എന്നും പറയരുത്. മനസ്സിലായോ? അഫ്ളലുൽ ഖൽഖ് എന്നും അഷ്റഫുൽ ഖൽഖ് എന്നും പറയരുത്. മറിച്ച് എന്താണ് സൂക്ഷ്മത? അഫ്ളലുൽ ഖൽഖ് എന്ന് പറയുന്നതിനേക്കാളൊക്കെ സൂക്ഷ്മത എന്താണ്? മുഹമ്മദ് സയ്യിദ് വുൽദി ആദം, അന്നാ മനുഷ്യന്മാരിലല്ലേ കൂടുള്ളൂ. അഫ്ളലുൽ ബശർ, മനുഷ്യന്മാരിൽ നേതാവ് എന്ന് പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ അഫ്ളലുൽ അംബിയ, അംബിയാക്കളുടെ നേതാവ് എന്ന് പറഞ്ഞോട്ടെ. അല്ലാണ്ട് എന്ത് ചെയ്യരുത്, സൃഷ്ടികളുടെ മൊത്തം അഫ്ളലാണ് എന്ന് പറയാൻ പറ്റൂല. ഇതാരാ പറഞ്ഞത്? സാലിഹുൽ ഉസൈമീന്റെ മറുപടി. ഇതെവിടെ ഉള്ളത്? അൽ മനാഹിൽ ലഫ്ളിയ്യ, പുസ്തകം അൽ മനാഹിൽ ലഫ്ളിയ്യ, പേജ് 161, ഫുതുഹാത്ത് വ ഫതാവ ഇബ്നു ഉസൈമീൻ രേഖപ്പെടുത്തുന്നു. ഇത് ബ്ലണ്ടർ വിട്ടല്ല, ഇത് ബ്ലണ്ടർ അടിച്ചതല്ല. വയ്യോളി കറക്റ്റ് ആയിക്കോട്ട് പറയും. ഈ കേട്ടോളി, നമ്മളെ മറ്റേ തന്ത ഉണ്ടല്ലോ, നമ്മളെ മറ്റേ തന്ത ആര്, എന്താ ഇനി കാക്കാന്റെ പേര്? ആ കൽബാനി എന്ന് പറഞ്ഞൊരു സാധനം, മൂപ്പർക്കുണ്ടൊരു കിതാബ്, അല്ല അൽബാനിക്കുണ്ടൊരു കിതാബ്. എന്താ കിതാബിന്റെ പേര്? അത്തവസ്സുൽ അൻവാഉഹു വ അഹ്കാമുഹു. അതിന്റെ പേജ് 149 നോക്കിയാൽ കാണാ, വ അംറുൻ സാലിസുൻ വ അഖീറുൻ. ഇത് ഇമാം ബഹുമാനപ്പെട്ട ആലിം ബൂത്തിയെ ഗണ്ണിക്കുകയാണ്. ആര്? ഈ അൽബാനി ഗണ്ണിക്കുകയാണ്. ഗണ്ണിച്ചുകൊണ്ട് പറയുകയാണ്, മൂപ്പര് വാദിക്കണു,
ഇമാം ബൂത്തി വാദിക്കുന്നു അന്നൻ നബിയ അഫ്ളലുൽ ഖലായിഖി, സൃഷ്ടികളുടെ ഏറ്റവും അഫ്ളലായ വ്യക്തി മുഹമ്മദുർ റസൂലുള്ളാഹിയാണ് ഇൻദല്ലാഹി അലൽ ഇത്ലാഖ്, അല്ലാഹുവിന്റെ അടുക്കൽ മുഹമ്മദ് റസൂലുള്ളാഹിയാണെന്ന് ഇമാം ബൂത്തി വാദിക്കുന്നുണ്ട്. വഹാദിഹി അഖീദ, ഈ വിശ്വാസം വഹിയ ലാ തസ്ബുതു ഇൻദഹു ഇല്ലാ ബിനസിൻ ഖത്ഇയ്യിൻ സുബൂത്തിൽ ഖത്ഇയ്യി ദലാല ഐ ബിആയത്തിൻ ഖത്ഇയ്യി ദലാല ഔ ഹദീസിൻ മുതവാത്തിരിൻ ഖത്ഇയ്യി ദലാല ഫഅയ്ന ഹാദ النص الذي يثبت قوله صلى الله عليه وسلم أفضل الخلائق عند الله على الإطلاق. ഇതാരാ ചോദിക്കുന്നത് അറിയോ? അൽബാനി ചോദിക്കുക. ബൂത്തി പറഞ്ഞതുപോലെ മുഹമ്മദ് റസൂലുള്ള അഫ്ളലുൽ ഖൽഖാണെന്ന് തെളിയിക്കണം, അതിന് ഹദീസ് വേണം, ആയത്ത് വേണം. അല്ലാണ്ട് ബൂത്തി എന്നിട്ട് പറഞ്ഞാൽ പോരാ. ആയത്തും ഹദീസും ഇല്ലെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലുൽ ഖൽഖ് അല്ല എന്നാണ് അൽബാനി സാഹിബിന്റെ കണ്ടെത്തല്. പിന്നെ എല്ലാ വഹാബിക്കും സൂക്കേട് നമ്മളെ കൊണ്ട് വെറുതെ പറയിപ്പിച്ചല്ലേ. നിങ്ങൾ വിചാരിച്ച ഇതൊന്നും ഇല്ലാത്തവരാണ് ഇനിയുണ്ട്. എല്ലാ യവന്മാരെയും കൊണ്ടുവരും കിതാബിന്ന്. മൂപ്പര് ചോദിച്ചത് എത്ര ആളുകൾ അഫ്ളലുൽ ഖൽഖ് മുജാഹിദ് റസ്മിനീൻ മസീറ നബിയെ കുറിച്ച് അഫ്ളലുൽ ഖൽഖ് നരകത്തിലേക്കുള്ള വണ്ടിക്ക് പോയിക്കോളൂ ചങ്ങാതിമാരെ, അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല സങ്കേതം. അല്ലാഹു തആല കാത്ത് രക്ഷിക്കും. ഞാൻ ഇവിടെയാണ്